ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ഹെയ്നോള എന്ന് പറയുന്ന സ്ഥലത്താണ്. ഫിൻലാൻഡിൽ തന്നെ ഹെയ്നോള എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഇപ്പം ഒത്തിരി കാടുകളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്കൊരു കാട്ടിൽ പോയി അവിടെ ഉള്ള ഒരു നിധി എന്ന് വേണേൽ പറയാം. അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം, അല്ലേ? പോയാലോ? അതെ, പോകാം. അപ്പം നമ്മളിവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ചെറിയൊരു മഴക്കാറ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ബട്ട് സ്റ്റിൽ നമുക്കത് പോകാമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ ഇതുവരെ അങ്ങനെ കാട്ടിൽ പോയിട്ട് നിധിയൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. അപ്പം ഒന്ന് എടുത്താലോ, അല്ലേ? അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കുട്ടനാടൻ കപ്പിൾ ഫ്രം ഫിൻലാൻഡ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ശരി. കൂണ് പറിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. ഇത് നമ്മുടെ കാന്തറില ഇനത്തിൽപ്പെട്ട കൂണ്. നമ്മുടെ കാട്ടിലെ നിധിയാണ്. കാണാമോ? ഭയങ്കര യെല്ലോ കളറിൽ. ഇത് കുറച്ച് നല്ല കൂണാണ്. ഇത് അത് പോയിസണാണ്. ഇത് കണ്ടോ, ഇവിടെ ഹിച്ചിപ്പ് പറിക്കാൻ വേണ്ടി പോയേക്കുവാ. ഇത് നോക്ക്, നിറയുണ്ട് കേട്ടോ. എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? അത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. പക്ഷെ ഇത് ഉണ്ടാവുന്നിടത്ത് തന്നെ നമ്മുടെ ഫിനിഷ് ഫ്രണ്ട്സ് പറഞ്ഞെന്ന് പറഞ്ഞു. നമ്മുടെ ഫിനിഷ് ഫ്രണ്ട്സ് പറഞ്ഞതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാവുന്നിടത്ത് തന്നെ സെയിം നെക്സ്റ്റ് ഇയർ ഇതേ സ്ഥലത്ത് തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ ഫിനിഷ് ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു. അവരൊക്കെ ഇങ്ങനെ പറിക്കാൻ പോകാറുണ്ട് കേട്ടോ. ഇത് വലിയത് ഇത് ഇച്ചിരി അഴുകിയിട്ടുണ്ടില്ല, കുഴപ്പമില്ലല്ലോ ചപ്പാ. ഉണ്ട് നല്ലത്. ഒച്ചയുള്ളതൊക്കെ എടുത്ത് നമുക്കത് ക്ലീൻ ചെയ്തിട്ട് എടുക്കാം. ഇച്ചിരി നല്ല അടിപൊളിയായിട്ട് കൊണ്ട് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാ ഉണ്ട് പറ. ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇതിന് ചുമലയോടാ താല്പര്യം കേട്ടോ. ചുമലക്കൂണിനോടായിരുന്നു താല്പര്യം. പക്ഷെ ചുമലക്കൂണ് വിഷമായതുകൊണ്ട് നമ്മളത് പറിച്ചിട്ടില്ല. ഇതാണിത്, നിറയെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇതിങ്ങനെ ഇല ഇങ്ങനെ മാറ്റി നോക്കുമ്പോൾ ഇതിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ പിടിച്ച് ഇതിവിടെ നമ്മുടെ ഇത് നമ്മുടെ ഹെൽസിംഗിലല്ല കേട്ടോ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ വന്നതാണ്. അപ്പം അവിടുത്തെ കാടിലാണ് നമ്മൾ ചെന്നത്, ഹെയ്നോള. സാറേ പോയാലോ? പോകാം. ഇനി പറിക്കണോ? ഇതിന് ടേസ്റ്റ് എന്നാന്ന് അറിയത്തില്ല കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ടേസ്റ്റ് എന്നാന്ന് അറിയത്തില്ല. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ സംഭവം. ഇച്ചാ ഇത് പറിച്ചോടാ. ഓക്കെ, ഇച്ച സ്വർണം പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ടോ? ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകും കേട്ടാ. തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുമോ? നമ്മൾ കാട്ടിൽ കയറി കഷ്ടപ്പെട്ട് പറിച്ച കൂണെല്ലാം പ്രിയങ്കരിയായിട്ട്. അതെ, സ്വർണം ഇപ്പൊ എന്നാ ചെയ്യുന്ന? സ്വർണം തരിയാക്കുന്നു. സ്വർണം വൃത്തിയാക്കുന്നതിന്റെ ഇത് ബാക്കിയുള്ളതെല്ലാം കൂടെ വരുന്നത് ഉരുക്കി സ്വർണ്ണമാക്കാൻ പറ്റുമോ? പിന്നെ സ്വർണ്ണമാക്കാൻ പറ്റത്തില്ല, വല്ലാത്ത ചെറിയൊക്കെ കേട്ടോ. ഇപ്പൊ ഇവിടെ ഒരു പണിയും ചെയ്യാത്ത ഒരാളിരുന്ന് കൂൺ ക്ലീൻ ചെയ്യുവാണ്. അല്ല, ഭയങ്കരമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളിരുന്ന് കൂൺ ക്ലീൻ ചെയ്യുവാണ്. പണ്ട് പെയിന്റ് അടിയാരെന്ന് തോന്നുന്നു, ബ്രഷൊക്കെ ഇട്ട് ഉരയ്ക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും കൂണെ പെയിന്റ് അടിച്ച് ഈ കളറാക്കി എടുത്തതാണ്. അല്ല, ഇത് ഇപ്പം നമ്മളാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടായിരുന്നു. പിന്നെ നമ്മളോട് കുറച്ച് ഫിനിഷുകാർ പറഞ്ഞായിരുന്നു ഇതിങ്ങനെ കഴുകാൻ പാടില്ല, ഇതിങ്ങനെ വെച്ചിട്ട് ക്ലീൻ ആക്കി എടുക്കണമെന്ന്. നമ്മൾ അതേ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഒത്തിരി വൃത്തിയായില്ലേ നമ്മളിത് കഴുകിയെടുത്ത് കറി വയ്ക്കും കേട്ടോ. ഡിപ്പെൻസ്. നമ്മൾ കഴുകാനുള്ള പ്ലാൻ ഉണ്ട്. ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഹെയ്നോളയിലല്ലേ ഉള്ളത്. നമ്മളിത് ക്ലീൻ ആക്കി വൃത്തിയാക്കി നമ്മൾ
നമ്മുടെ ഹെൽസിങ്കി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ നമ്മൾ കുക്കിംഗ് വീഡിയോ പറ്റിയാലിടാൻ പറ്റും അല്ലേ? പറ്റിയിലിടാം അല്ലേ? എൻ്റെ ഒരു കുക്കിംഗ് വീഡിയോ എന്നോടോ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും അങ്ങ് പറയാൻ പറഞ്ഞു. കുറെ മണ്ണൊക്കെ ഉണ്ട്, പക്ഷെ നല്ല ഇപ്പോൾ നമ്മൾ ഏകദേശം ക്ലീൻ ചെയ്ത് കഴിയാറായിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് ഇതെല്ലാം മടി കൊണ്ട് മാറ്റി വെച്ചതാണോ അതോ ആണോ? അപ്പോൾ ചിലതൊക്കെ കൊള്ളാത്തതുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ നമ്മൾ കളയാൻ വിചാരിച്ചു. നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത് വന്നപ്പോൾ കൊള്ളാമെന്നതായിട്ട് ഏകദേശം ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഒരു കറിക്കുണ്ട്. ഇനി കിട്ടുവാണെങ്കിൽ നമ്മൾ പറിക്കും. നമ്മുടെ ഹെൽസിങ്കിലുണ്ടോ നോക്കണം. ഇനി നമുക്ക് ഹെൽസിങ്കിലുണ്ടോ നോക്കണം. ഹെൽസിങ്കിലുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സംഭവം എല്ലാം പഠിച്ചു ഇതെങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ. അപ്പം ഇനിയിപ്പം അടുത്ത സംഭവം ഹെൽസിങ്കിയിലും അല്ലേ? ഓക്കെ.